സോണിയാസ് ഫുഡ് ആൻഡ് ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗൈസ് പോകുന്നത് സ്റ്റാൻഡ് ഡ്രോപ്പിലാണ് ഗൈസ്. പിക്കിങ്ങിനെ പോവാണ് ഗൈസ്. ആപ്പിൾ തോട്ടത്തിലാണ് ഗൈസ്. ഗൈസ് പുറകിരിക്കുന്നത് അലമ്പാണ്. ഈ സൈഡിൽ കാണുന്നതാണ് സോളാർ പാടം. കണ്ടോ, ഇതാണ് സോളാർ പാടം. കാണുന്നെല്ലാം ഇവിടുത്തെ ഗ്രേപ്സിൻ്റെ തോട്ടമാണ്. 7 ഏക്കറിൽ ഇവരുടെ മുന്തിരിത്തോട്ടമാണ്. ചെറിയ ചെറിയ മുന്തിരിങ്ങയൊക്കെ ഉണ്ട്. അതിന് കാണാമെന്നറിയത്തില്ല. കണ്ടോ, ആപ്പിളിന്റെ പടമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആപ്പിൾ തോട്ടം കാണാൻ പോയതാണ്. ഇതൊരു വീട്ടിലോട്ടാണ് വന്നിറങ്ങിയത്. അതെന്താ ഇതെന്തോ ഒരു ആടാ തോന്നുന്നു. നമ്മള് മറ്റേ പിക്ചറിലൊക്കെ കാണുന്ന നോട്ട്ബുക്കിന്റെ ബാക്കിലുള്ള ആ ഒരു വൈബില്ലേ. ഞങ്ങള് സാൻഡ്രോ ബിഗ് തെർമോമീറ്റർ അവിടെ ഇറങ്ങിയതാണ്. ഇത് കണ്ടാൽ ആക്ച്വലി നല്ലൊരു യൂറോപ്യൻ പ്ലേസ് പോലെ ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. നല്ല രസമാണ് ഇവിടെ. എന്തോ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്ലേസ്. ഞാൻ പറഞ്ഞ ടെമ്പറേച്ചർ ഇതാണ്. 16.5 ടെമ്പറേച്ചർ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട്. എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുള്ളത് കമ്മ്യൂണിറ്റി നോട്ടീസ് ബോർഡാണ്. ഇതാണ് നല്ല അടിപൊളി സ്പോട്ടാണിത്. ഓർഡർ ചെയ്യുന്നത് കറണ്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. സൂൺ അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ ഷേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണോ? കത്തി കിട്ടി. എങ്ങനെയുണ്ട്? നല്ലതാ ഗൈസ്. നമ്മളിന്നൊരു സ്പെഷ്യൽ ഷോപ്പ് കാണാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഈ കോർണറിലാണ്. ഓക്കെ, വരും. ഇതാണ് നമ്മുടെ ഷോപ്പ്. ഈ കടയിൽ മൈക്കിൾ ജാക്സൺ വന്നിട്ടുണ്ട് 1999 ഫോട്ടോസ് എനിക്ക്. അപ്പോൾ മൈക്കിൾ ജാക്സൺ പണ്ട് കട വിസിറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോസാണ് അതൊക്കെ. പക്ഷേ ഈ കടയുടെ ഒറിജിൻ 2025 ഗൈസ്. അതെന്താണെന്ന് അറിയില്ല. ആപ്പിൾ തോട്ടം തീർന്നു ഗൈസ്. ഫ്രൂട്ട്സ്, ഇതാണ് നമ്മൾ കാണുന്ന ആപ്പിൾ തോട്ടം. മാപ്പ് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുന്നു ഗൈസ്. സ്ഥലം നോക്കണേ. ഒരു കാസ്റ്റിൽ കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മൂടി വെച്ചേക്കും കേട്ടോ. ആ സ്ഥലം നോക്കിയൊരു പണ്ടത്തെ ഒരു കൊട്ടാരം. ഭയങ്കര വെയിലാണ്. പക്ഷെ നിനക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഷീപ്പുണ്ട്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വെടി വീഴും. ഇവിടെ കുറെ ഉണങ്ങിയിരിക്കുന്ന ഷീപ്പുണ്ട്. ഇതിന്റെ പുല്ലിന്റെ കളർ തന്നെയാണ് ഗൈസ് ഷീപ്പിന്. നല്ല ഉണങ്ങി കരഞ്ഞ സ്ഥലം. അവിടെ കുറെ ഷീപ്പുണ്ട്.
ഭയങ്കര വെയിലാണ്. നമ്മളിപ്പോൾ ഒരു ക്യാസലിലോട്ടാണ് വന്നത്. ഇതിനകത്ത് പോയിട്ട് എന്തുണ്ടെന്ന് നോക്കാം. എന്നാട്ടെ മോണിറജി അവിടെ പോയി തല്ലി തകർക്കുമെന്ന് തോന്നുന്നു. അപ്പച്ചന്മാരും അമ്മച്ചിമാരും കൂടെ ഈ ക്യാസിൽ വന്നേക്കാണ്. നല്ല രസമല്ലേ? നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുന്ന പോലെ കുറെ പേര് വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു ഫാം വിസിറ്റ് പോലാണ് വന്നത്. ആടിനെ കണ്ടു, പശുവിനെ കണ്ടു, ഷീപ്പിനെ കണ്ടു, കങ്കാരു കുറെ ചത്ത് കിടക്കുന്നത് റോട്ടിൽ ചത്ത് മരവിച്ച് കിടക്കുന്ന കണ്ടു. വേറൊന്നും കണ്ടില്ല ഇന്ന്. ഈ സ്ഥലം കണ്ടോ? ഇത് ഓസ്ട്രേലിയ എന്ന് പറയുമോ? ഇത് ഏകദേശം നമ്മുടെയൊക്കെ നാട് പോലൊക്കെ ഇല്ലേ? നാട്ടിലുള്ള എല്ലാ അത്യാവശ്യവും ഉണ്ട്. അതാണ് നമ്മുടെ നാടിനേക്കാളും കാടാണ്. ആപ്പിൾ തോട്ടമാണ്, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല കേറാൻ വേണ്ടി, അല്ലെങ്കിൽ കേറാനും. ഈ രണ്ട് സൈഡിലും ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിള് വീട്ടിൽ ഫ്രിഡ്ജിലുണ്ട്. എന്നിട്ട് ഇവിടുത്തെ ആപ്പിള് കാണും. ഇഷ്ടംപടി പശുക്കളാണ് കൊറേ പശുക്കളുടെ ഫാം ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നൈസായിരുന്നു. നമ്മള് വീട്ടിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. എപ്പോഴും ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ നമുക്ക് വിഷമാകും. ബട്ട് എനിക്ക് ഇന്ന് വിഷമില്ല, അടുത്തു. നൈസായിരുന്നു ട്രിപ്പ്. നൈസായിരുന്നു. നമ്മളെല്ലാരും കൂടെ കൂടും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾസ് വി ഹാവ്. സോ ബാഗേജ് മഴവിൽ എങ്ങനെയുണ്ട്? നൈസ്. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. ലിയ ഷാജിനെ കൊണ്ടായി വിടാൻ വേണ്ടി പോവാണ്. ഇതാണ് ടൂംബ. ഇതാണ് ടൂംബയുടെ വ്യൂ. സീരിയസ്ലി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രസാല്. ഭയങ്കര ഗ്രീനറി, അടിപൊളി മോനെ. സീന് കിണ്ണം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ടൂംബ. എവിടെ? ഇവിടാണ് അല്ല ഗൈസ്, ഇവര് വേറെ ഏതോ സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടാണ് ഗൈസ്. ഇതാണ് വീട്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ അവസാനം വീട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. ഞങ്ങളല്ല, ഇവര് താമസിക്കുന്ന വീട്. ഇപ്പൊ നമ്മൾ അവരെ ഇവരെന്നൊക്കെയായി വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ചേച്ചി വരുന്നതിന് മുമ്പ് സെന്നേട്ട ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. ഇതാണ് വീട്. എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ഈ